മണിക്ക് വന്നിട്ട് പറയാ. ശരി, ശ്രീ എം കെ ഹരിദാസ്, ഇവിടെ ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷം നോക്കിയാൽ 12ഓളം ഗുരുതരമായ ഇത്തരത്തിൽ ആരോപണങ്ങളാണ്. ചെറിയ ആരോപണങ്ങൾ അതല്ലാതെ വേറെ നിരവധിയുമുണ്ട്. ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ വാർത്തയാക്കുന്നത് എന്താണ്? നമ്മൾ നേടിയെടുത്ത ആ പെരുമയെ തകർക്കാനാണോ? സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ഒത്താശ പാടാനാണോ? ശ്രീ എം കെ ഹരിദാസ്, ഈ കാശുള്ളവൻ കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ പോകൂ. പാവങ്ങളല്ലേ, പരമസാധുക്കളല്ലേ ബഹുഭൂരിപക്ഷവും മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത്. അവർക്ക് നല്ലത് വരണം എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണോ ശ്രീ എം കെ ഹരിദാസ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതലേ ഇവിടുത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളിൽ, ആതുര സേവന കേന്ദ്രങ്ങളിൽ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെജി ലൂക്കോസൊക്കെ എൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹമൊക്കെ പറയുന്നത് എത്രത്തോളം അപലപനീയമായ കാര്യമാണെന്നാണ് ഹാഷ്മി പറയാനുള്ളത്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ ലോബിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് വരെ അദ്ദേഹം പറയാതെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ നോക്കൂ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ദൈവങ്ങളാണ് ഈ ഡോക്ടർമാർ. ഈ ഒരു ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയിൽ ഒരു അവയവ മാഫിയയുമായി ബന്ധപ്പെട്ടൊരു സംഭവം നടന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാരെ ന്യായീകരിച്ച് കേരളത്തിൽ സംസാരിച്ച അപൂർവം വ്യക്തികളുടെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഭീകരവാദികളെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് പഠിച്ചിട്ടല്ല ശ്രീ റെജി ലൂക്കോസ് ഭീകരവാദത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത്. താങ്കളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു MBBS പഠിച്ചവർക്ക് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് തോന്നും. ആധുനിക വൈദ്യശാസ്ത്രം മണിക്കൂറുകളിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ മണിക്കൂർ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രം 50 വർഷം പുറകിലേക്ക് പോകുന്ന തരത്തിലെ ഇവിടുത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ നെഗ്ലിജൻസി പറ്റിയ അത് ചർച്ച ചെയ്യപ്പെടാതെ പോയി കഴിഞ്ഞാൽ എവിടെയാണ് ആ തെറ്റ് തിരുത്താൻ സാധിക്കുക? അത് ചർച്ച ചെയ്യപ്പെടണം. ഡോക്ടർമാരുടെ കയ്യിൽ പറ്റിയ തെറ്റിനെ താങ്കളും ഞാനും കൂടി മിനിഞ്ഞാന്ന് പങ്കെടുത്തൊരു ചർച്ചയിൽ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു ഡോക്ടർമാർ പോലും ഇവിടുത്തെ ഒരു ജയിലിലും ഇത്തരം തെറ്റുകൾ, പലരുടെയും ജീവൻ ഇവരുടെ അശ്രദ്ധ കൊണ്ടെടുത്തിട്ട് ഒരാളും ജയിലിൽ പോയിട്ടില്ല. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ നടന്നു പോകുമ്പോൾ താങ്കൾ ഒരു 2 വീലർ വന്ന് ഇടിക്കുന്നു, അത് മനഃപൂർവ്വം ആ വ്യക്തി വന്ന് ഇടിക്കുന്നതാണോ? അശ്രദ്ധ മൂലം. അവിടെ എന്താണ്? മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിട്ടുള്ള എത്ര പേര് ഇവിടുത്തെ ജയിലിൽ കിടക്കുന്നുണ്ട്? ഇത്തരം ഡോക്ടർമാര് മനഃപൂർവ്വമല്ലാതെ അവർ നടത്തുന്ന നരഹത്യകളും ഇത്തരത്തിലുള്ള അപൂർവമായ സംഭവങ്ങൾ നടത്തിയിട്ട് ഒരു ഡോക്ടറും ഇവിടെ ജയിലിൽ പോകുന്നില്ല. കാരണം എന്താ? ഡോക്ടർമാർക്കും ആശുപത്രികൾക്കുമുള്ള സംരക്ഷണം ഇവിടുത്തെ പാവപ്പെട്ടവരായ രോഗികൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണത്. ഇവിടുത്തെ ഏതെങ്കിലും 10 ഡോക്ടർമാർ ഇത്തരത്തിൽ അപകടം സംഭവിച്ചവർക്ക്, ഇവരുടെ അശ്രദ്ധ മൂലം ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഭാരം പേറുന്നവർക്ക് അവരുടെ പോക്കറ്റിൽ നിന്നൊരു 100 രൂപ എടുത്തു കൊടുക്കട്ടെ, 1000 രൂപ എടുത്തു കൊടുക്കട്ടെ, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കട്ടെ, പിന്നീട് ഇത്തരത്തിലുള്ള അശ്രദ്ധ അവരുടെ ഭാഗത്തുനിന്ന് പറ്റില്ല. അത്തരത്തിൽ പറ്റിയവർക്കും നഷ്ടപരിഹാരം നൽകുന്നത് നമ്മളെപ്പോലുള്ളവരുടെ നികുതിപ്പണമാണ് എന്ന് വരുമ്പോൾ അശ്രദ്ധ കൂടി വരും. അശ്രദ്ധ കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നല്ല ചർച്ചകൾ ആവശ്യമാണ് എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുക. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളുടെ ലോബികളെ